എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തുടരന്വേഷണം വേണമെന്ന ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയും. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് മഞ്ജുഷയുടെ ഹർജി പരിഗണിക്കുന്നത്. കുറ്റപത്രത്തിലെ 15ഓളം പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഇനിയും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി അകലെയാണോ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുമ്പോൾ, മറുവശത്ത് പി ദിവ്യ ഇപ്പോഴും പാർട്ടിയുടെ എല്ലാ പ്രതാപത്തിലും എല്ലാ സംരക്ഷണ കവചത്തിലും ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ സുരക്ഷിതമായി ജീവിക്കുകയാണ്. കൃത്യമായ തെളിവുകൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുറ്റപത്രത്തിൽ 15ഓളം പിഴവുകളുണ്ട്. അത് ഏതൊരു സാധാരണക്കാരനും ചൂണ്ടിക്കാട്ടാൻ കെൽപ്പുള്ള 15ഓളം പിഴവുകളാണ്. അതാണ് ഇപ്പോൾ മഞ്ജുഷ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്താകും ഇന്ന് കോടതിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന വിധി? ഒപ്പം എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട പിഴവുകൾ കൂടി കുറ്റപത്രത്തിൽ? അശ്വതി, പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പാളിച്ചകളും പോരായ്മകളും ഉണ്ടെന്നും തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ ഇത്തരത്തിൽ കോടതിയിൽ ഹർജി നൽകിയത്. പ്രതി CPM പ്രവർത്തകയായതിനാൽ ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും ഈ പ്രശാന്തിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നും ഈ ഒരു ഹർജിയിൽ ആരോപിച്ചിരുന്നു. മാത്രമല്ല, ഇലക്ട്രോണിക് തെളിവുകളിൽ പലതിലും ക്രമക്കേടുണ്ട്, CDR പലതും ശേഖരിച്ചില്ല തുടങ്ങി ഏതാണ്ട് കുറ്റപത്രത്തിലെ 15ഓളം തെറ്റുകൾ, ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ADMന്റെ ഭാര്യ മഞ്ജുഷ ഇത്തരത്തിൽ കോടതിയിൽ ഹർജി നൽകിയത്. മാത്രമല്ല, ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പിന്നീട് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ നിന്ന് CPM സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തുടരന്വേഷണ ഹർജി ഭാര്യ നൽകിയത്. എന്നാൽ ഇതിനെ കോടതിയിൽ പോലീസ് എതിർക്കുകയാണ് ചെയ്തത്. പോലീസ് പറഞ്ഞത് എല്ലാവിധത്തിലുള്ള അന്വേഷണവും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജിയിൽ പറയുന്ന പല വിവരങ്ങളും തെറ്റാണ് എന്നൊരു നിലപാടാണ് പോലീസ് കോടതിയിൽ സ്വീകരിച്ചത്. ഏതായാലും വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് തലശ്ശേരി കോടതി ഇന്നിപ്പോൾ ഈ തുടരന്വേഷണ ഹർജിയിൽ വിധി പറയുക. ഏതാണ്ട് 11 മണിയോടുകൂടി ഈ കേസിന്റെ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലതവണയായി കേസിന്റെ വിധി പറയുന്നത് കോടതി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഏതാണ്ട് 11 മണിക്ക് ശേഷം വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണയെങ്കിലും ഈ ADMന്റെ കുടുംബത്തിന് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. അശ്വതി. ശരി മിഥുൻ, ഇപ്പോഴും നീതി അകലെയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി പങ്കുവെക്കണം. കാരണം കുറ്റപത്രത്തിൽ 15ഓളം പിഴവുകളാണുള്ളത്. അപ്പോഴും പി ദിവ്യയെ സംരക്ഷിച്ചു നിർത്താൻ അവിടെ ഒരുപാട് സഖാക്കളുണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. തുടരന്വേഷണം വേണമെന്ന ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയും. എന്താകും നവീൻ ബാബുവിന്റെ വിധി, നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വിധി? ഇനി ഈ തുടരന്വേഷണം എങ്ങനെയാകും മുന്നോട്ട് പോകുക? ഇനി അന്വേഷണം പ്രഖ്യാപിച്ചാൽ എന്തായാലും മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.